ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ന്യൂ സൗത്ത് വെയിൽസിൽ നഴ്സസിന് എത്ര മണിക്കൂറൊക്കെയാണ് ഡ്യൂട്ടി എന്നാണ് പറയാൻ പോകുന്നത്. മെയിനായിട്ട് 8 hours ഡ്യൂട്ടിയാണ്. മോർണിംഗ്, ആഫ്റ്റർനൂൺ, നൈറ്റ്. അതിൽ മോർണിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 7 o'clock to 3:30. ഹാഫ് ആൻ അവർ ബ്രേക്കാണ്. ബ്രേക്ക് പെയ്ഡ് അല്ല. സോ 7 to 3യും ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ബ്രേക്കുമായിട്ടാണ് വരുന്നത്. സോ ടോട്ടൽ 8 hours. ആഫ്റ്റർനൂൺ ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 1:30 to 10 o'clock. അതിലും 8.5 hours ആണ്. ഹാഫ് ആൻ അവർ ബ്രേക്ക് പെയ്ഡ് അല്ല. പിന്നെ നമ്മൾ ഈ 1:30 to 3:30 ടൈമിൽ നമ്മുടെ മോർണിംഗ് ഷിഫ്റ്റുകാരും നമ്മുടെ ഈവനിങ്കാരും ഇവിടെ ഓവർലാപ്പ് ആവുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ ബ്രേക്കും അങ്ങനെ ഞങ്ങൾ എടുക്കാറുണ്ട്. മോർണിംഗുകാരും ഈവനിങ്കാരും. എല്ലാ ഹോസ്പിറ്റലിലും ഇത് പോസിബിൾ ആണെന്ന് അറിയത്തില്ല, പക്ഷേ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇതൊക്കെ പോസിബിളാണ്. പിന്നെ ആ സെയിം ടൈമിലാണ് 3 o'clock ആകുമ്പോൾ തന്നെ കുറച്ച് പേര് ഫ്രീ ആവുന്ന ടൈമിൽ അവരോട് പിള്ളേരെയൊക്കെ അവർ സ്കൂളിൽ പോയി വിളിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ മോർണിംഗുകാരും ആഫ്റ്റർനൂൺകാരും ഓവർലാപ്പ് ആയതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഫ്രീ ആയിരിക്കും. അതുകൊണ്ട് അവർ ആ ടൈം ബ്രേക്ക് എടുത്ത് പോകുന്നതുകൊണ്ട് ഇപ്പോൾ സ്കൂളുകളൊക്കെ ഇവിടെ അടുത്തായതുകൊണ്ട് 10 minutes കൊണ്ട് തന്നെ അവർ പോയിട്ട് വരാറുണ്ട്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9:30 to 7:30 ആണ്. നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 10 hours ആണ്. അതിൽ ബ്രേക്കേ ഇല്ല. അത് ആ ഹോൾ 10 hours നമുക്ക് പെയ്ഡാണ്. പിന്നെ അതുപോലെ തന്നെ ചില എമർജൻസീസിലും ചില ICUസിലും 12 hours കൊടുക്കുന്നുണ്ട്. അത് മിക്ക ICUലും ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അവർക്ക് 12 hours ഷിഫ്റ്റാണ്. സോ അവർക്ക് 3 days ചെയ്താൽ മതി. പിന്നെ ഒരു മന്ത്ലി ഒരു 1 day എന്തോ ചെയ്ത് കൊടുക്കണം. പിന്നെ എമർജൻസിയിലും ന്യൂ സൗത്ത് വെയിൽസിലെ തന്നെ കുറച്ച് എമർജൻസിയിലൊക്കെ അവർ 12 hours ഇങ്ങനെ കുറേ നാൾ ഇന്ന് നമ്മുടെ സീനിയോറിറ്റിയൊക്കെ കുറച്ചുകൂടെ ആയി വരുമ്പോൾ അവർ 12 hours കൊടുക്കുമെന്നാണ് കേട്ടത്. അങ്ങനെ കുറേ റിക്വസ്റ്റുകൾ ഉണ്ടായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും കിട്ടാൻ. പക്ഷേ മെയിനായിട്ട് അവിടെ 8 hours തന്നെയാണ്. പിന്നെ നമ്മുടെ ഡ്യൂട്ടി അവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 37.5 hours per വീക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്ട്രാ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അത് നമ്മൾ എങ്ങനെയൊക്കെ അവർ ഓഫൊക്കെ ഇട്ട് തരും. അതുപോലെ ഒരു മന്ത്ലി അതിന് വേണ്ടിയിട്ട് ADO 8 എന്ന് പറഞ്ഞൊരു ഓഫ് എക്സ്ട്രാ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ നൈറ്റ് ചെയ്യുമ്പോഴും നമ്മൾ 10 hours ആണല്ലോ ചെയ്യുന്നത്. അപ്പം നമുക്ക് 4 ഡ്യൂട്ടി ചെയ്യുമ്പോൾ തന്നെ 40 ആയി. അപ്പോൾ അതൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് മന്ത്ലി ഓരോ ADO 8 എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു എക്സ്ട്രാ ഓഫ് കൂടെ കിട്ടും. പിന്നെ സിക്ക് ലീവും ആനുവൽ ലീവ് നമുക്ക് മന്ത്ലി നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി അനുസരിച്ച് ആഡായിട്ട് വരുവാണ്. പിന്നെ ഇത്രയൊക്കെയാണ് ന്യൂ സൗത്ത് വെയിൽസിലെ നേഴ്സസിൻ്റെ ഡ്യൂട്ടീസ്. അപ്പം ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഹോസ്പിറ്റലിലും എൻ്റെ അറിവിലും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇതിൽ ചേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ എന്നെ തിരുത്താം. അപ്പം താങ്ക് യു.